എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഉറക്കം അങ്ങനെ ശരിയായില്ല. ഇന്നലെ AC വണ്ടിയിലിറങ്ങി കിടന്നുറങ്ങിയ എന്താ സോറി AC അല്ല ഐസ് വണ്ടീൻ്റെ ബാക്കിൽ ടെൻ്റ് അടിക്കേണ്ടി വന്നില്ല. പായെല്ലാം വിരിച്ച് സെറ്റായിട്ട് സൈക്കിൾ അവിടെ സെറ്റാക്കി കുരുപ്പിനെ അവിടെ കിടത്തിയിട്ടല്ലാനെ. എന്നിട്ട് ഞങ്ങൾ സുഖമായിട്ട് കിടന്നുറങ്ങി. സമയം ഇപ്പോൾ 5:45 നല്ല വെയിലാവും തുടങ്ങി. അപ്പോൾ തന്നെ കൂടുതൽ വിശേഷങ്ങളൊക്കെ പറയാം. ഓക്കെ, അങ്ങനെ ഇന്നലെ രാത്രി നമ്മൾ എത്തിയപ്പോൾ സൈക്കിളൊക്കെ ഇവിടെ വെച്ച് ഈ വണ്ടിയുടെ അകത്താണ് കിടന്നുറങ്ങിയ. അപ്പോൾ ഇവിടെ ഒരു കോളനി പോലെ സംഭവം സ്ഥലമുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഉള്ളിൽ പോയിട്ട് അവിടുത്തെ ചേട്ടന്മാരേക്കും വന്ന് പറഞ്ഞു ഇവിടെ കിടന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഇവിടെ സെറ്റായിട്ട് കിടന്നുറങ്ങി. അപ്പം ഇനി ഇതേ ബല്ലാനെ ഒന്ന് കൂട്ടിലാക്കിയിട്ട് സാധനത്തിലേക്ക് ഒന്ന് പാക്ക് ചെയ്യട്ടെ. കണ്ടാൽ കുളിച്ച പരിക്ക് തോന്നില്ലേ? കുളിച്ചിട്ടൊന്നുമില്ലാട്ടാ. 2 ലിറ്റർ വെള്ളം കൊണ്ട് പല്ല് വെച്ച് മുഖം കഴുകി സെറ്റായിട്ട് അങ്ങോട്ട് ഇറങ്ങിയതാ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തുടങ്ങാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ ഇവിടുത്തെ ഈ എൻ്റെ ബാക്കിലുള്ളൊരു കോളനിയാണ് അവിടെ. അപ്പോൾ അവിടുത്തെ ആൾക്കാരെന്ന് പറഞ്ഞേ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞു ഈ ചെറിയ ഇന്ത്യയുടെ പൊടി കൊണ്ട് ആരും കാണില്ല. എന്നിട്ട് ആളുടെ വീട്ടിൽ പോയിട്ട് വലിയ കൊടി കൊണ്ടു കെട്ടി തന്നു. മുളവടിക്കും വെച്ച് സെറ്റാക്കിയിട്ട് കെട്ടി തന്നു. ഇങ്ങനെ വേണം പോകണം എന്ന് പറഞ്ഞിട്ട് എന്താ സപ്പോർട്ടിങ് നോക്കാം ആൾക്കാരെ. എന്നിട്ട് ഇങ്ങനെ അടിപൊളിയായിട്ട് ഇപ്പോൾ ഈ വഴിക്ക് പോയ കോൾവ ബീച്ചാണ്. ഞാൻ പിന്നെ കോൾവ ബീച്ച് കഴിഞ്ഞ ഫസ്റ്റ് റൈഡിൽ കോൾവ ബീച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വഴി അങ്ങോട്ട് പോകണില്ല. നേരെ പോകുന്നത് വാസ്കോയിലേക്കാണ് അടുത്ത് പോകണം. വാസ്കോ പോയിട്ട് പാനജി പിന്നെ അവിടുത്തെ ബീച്ചുകൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. അപ്പോൾ എല്ലാം പറഞ്ഞ മാതിരി പോട്ട വണ്ടിയുണ്ട്. ഇപ്പോഴാണ് വണ്ടിയുമ്പോൾ കൊടി കിട്ടിയതിൻ്റെ പതാക വെച്ചതിൻ്റെ ഒരു ഭംഗിയാണ്. ഓക്കെ, എന്ത് രസമാണെന്നറിയോ? സെറ്റായിട്ട് പോണേ. അങ്ങനെ ഗോവ ഇൻ്റർനാഷണൽ എയർപോർട്ട് നമ്മൾ കണ്ടു കേട്ടോ. കൊള്ളാം. നമുക്ക് നേരെ വാസ്കോ. അപ്പോൾ കടികളെ പറഞ്ഞ വഴിക്ക് ഒരു റോയൽ എൻഫീൽഡിൻ്റെ വർക്ക്ഷോപ്പിൽ വെച്ചിട്ട് കുളിക്കാൻ സൗകര്യം കിട്ടി. അപ്പോൾ കുളിയും കഴിഞ്ഞ് പോകണം. പക്ഷേ ബാത്റൂമിൽ പോയിട്ട് ഇപ്പോൾ സമയം 10 മണിയായി. ഇതുവരെ ബാത്റൂം പറഞ്ഞാൽ കിട്ടിയില്ല. ആ ടെൻഷനിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാണ്ടിങ്ങനെ ഭക്ഷണം രാവിലെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനിവിടുന്ന് വന്ന് വാസ്കോയിലെത്തി. വാസ്കോന്ന് പാഞ്ചിയിലേക്ക് പോവാണ്. അപ്പോൾ വലിയ കയറ്റാ. അതൊക്കെ തള്ളി കയറ്റിയത് ഇങ്ങനെ വന്ന് ചെറിയൊരു തണൽ കിട്ടിയപ്പോൾ ഇവിടെ ഇങ്ങനെ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഒരു ചേട്ടൻ വന്നിട്ട് ഒരു മസാല ദോശ മേടിച്ചു തന്നു. വടയും മസാല ദോശയും ഒരു കുപ്പി വെള്ളം മേടിച്ചെന്ന് വെച്ച് ഞാൻ മേടിച്ച് കൊണ്ടുവന്നെ തന്നിട്ട് പോയിട്ടാള്. അപ്പോൾ കാര്യങ്ങൾ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട്. ഞാൻ ഇപ്പോൾ നിൽക്കണത് തീരദേശ മേഖലയിലാണ്. എൻ്റെ ഇപ്പുറത്ത് കാണുന്നത് കടലാണ് കേട്ടോ. കടലിൻ്റെ മുകളിൽ കുറഞ്ഞ് കടലപ്പുറത്ത് ഞാനിപ്പുറത്ത്. അടിപൊളിയാണ്. കാണിച്ചു തരാം. ഒന്നും കാണിക്കാൻ പറ്റില്ല. ഇവിടെ മറ്റേ നെറ്റൊക്കെ കിട്ടിയിട്ടുള്ള എന്തെങ്കിലും പോണ വഴിക്ക് കാണിച്ചു തരാം. അപ്പോൾ പരിപാടികൾ നടക്കട്ടെ. അപ്പോൾ ഇന്ന് പാഞ്ചിലുണ്ടാവും.